കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഇന്ത്യയുടെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഡാറ്റ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. മാർച്ച് മാസവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏപ്രിൽ മാസത്തെ ഇൻഫ്ലേഷൻ 3.34% നിന്നും 3.16% ഇടിഞ്ഞിരിക്കുകയാണ്. ഇൻഫ്ലേഷൻ കഴിഞ്ഞ 6 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിലേക്ക് എത്തിയിട്ടുണ്ട്. RBIയുടെ അപ്പർ ലിമിറ്റിനും താഴെയായിട്ടാണ് ഇപ്പോൾ ഇൻഫ്ലേഷൻ ഉള്ളത്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 476 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തിയെങ്കിലും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 4273 കോടി രൂപയുടെ ബൈയിങ് നടത്തിയിട്ടുണ്ട്. കൂടാതെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യയുടെ ഹോൾസെയിൽ ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തുവരികയും ചെയ്യും. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് 1.39% ഇടിഞ്ഞ് നിഫ്റ്റി 24,578 അടുത്തായിട്ടാണ് ക്ലോസിംഗ് നൽകിയത്. കൂടാതെ ഇന്ന് MSCI ഇൻഡെക്സ് റീബാലൻസിംഗിന്റെ പശ്ചാത്തലത്തിൽ ചില സ്റ്റോക്കുകളിലേക്ക് ഫണ്ട് ഇൻഫ്ലോ വരാനും സാധ്യതയുണ്ട്. കോറമണ്ഡൽ ഇന്റർനാഷണൽ ലിമിറ്റഡ്, നൈക്ക തുടങ്ങിയ സ്റ്റോക്കുകൾ MSCI ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഇൻഡെക്സിൽ സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കോറമണ്ഡൽ ഇന്റർനാഷണലിൽ $227 മില്യൺ, നൈക്കയിൽ $181 മില്യൺ ഫണ്ട് ഇൻഫ്ലോ വരും. കൂടാതെ MSCI ഇൻഡെക്സ് 2-ലും ചില റീജിക്ക് വന്നിട്ടുണ്ട്. MSCI ഇന്ത്യ സ്മാൾ ക്യാപ്, ഡൊമസ്റ്റിക് സ്മാൾ ക്യാപ് ഫണ്ടുകളിലൊക്കെ റീജിക്ക് വന്നിട്ടുണ്ട്. അവിടെ MSCI ഇന്ത്യ സ്മാൾ ക്യാപ് ഫണ്ടിൽ 12 സ്റ്റോക്കുകൾ പുതിയതായി ആഡ് ആവുകയും 21 സ്റ്റോക്കുകൾ MSCI ഇൻഡെക്സിൽ നിന്നും പുറത്താവുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ MSCI ഇന്ത്യ ഡൊമസ്റ്റിക് ഇൻഡെക്സ് 2-ൽ കോറമണ്ഡൽ, GMR എയർപോർട്ട് തുടങ്ങിയ സ്റ്റോക്കുകൾ പുറത്തു പോവുകയും സോന BLW ഇൻഡെക്സിൽ സ്ഥാനം പിടിക്കുകയും ചെയ്തു. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റും മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. അമേരിക്കയുടെ ഇൻഫ്ലേഷനും മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാൾ താഴ്ന്ന നിരക്കിലാണ്. 2.4% ഇൻഫ്ലേഷൻ ഏപ്രിൽ മാസത്തിൽ പ്രതീക്ഷിച്ചപ്പോൾ 2.3%-അടുത്ത് ഇൻഫ്ലേഷനാണ് വന്നത്. കൂടാതെ ചൈനയും അമേരിക്കയും തമ്മിൽ പരസ്പര താരിഫ് ഏർപ്പെടുത്തുന്നതിൽ വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് 90 ദിവസത്തേക്ക് ഒരു കരാറിൽ ഒപ്പുവെച്ചതും അമേരിക്കൻ മാർക്കറ്റിൽ പോസിറ്റീവ് മൂവ്മെന്റിന് പിന്നിലെ പ്രധാന ട്രിഗറായി പ്രവർത്തിച്ചു. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഫോക്കസ് ചെയ്യേണ്ട ചില സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം. ഒന്നാമത്തേത് ആദിത്യ ബിർള റിയൽ എസ്റ്റേറ്റ്, ADF ഫുഡ്, AGI ഗ്രീൻ പാക്ക്, അജ്മിറ റിയാലിറ്റി ആൻഡ് ഇൻഫ്ര, അപ്പാർ ഇൻഡസ്ട്രീസ്, അപ്പോളോ ടയർ, BASF ഇന്ത്യ, ബെർജർ പെയിന്റ്, ബ്രിഗേഡ് എന്റർപ്രൈസസ്, ഡോളർ ഇൻഡസ്ട്രീസ്, ഇക്ലർക്സ്, എഡിൽവെയർസ് ഫിനാൻഷ്യൽ സർവീസ്, ഏഷ്യർ മോട്ടോർ തുടങ്ങിയ സ്റ്റോക്കുകളെ ഇന്ന് ക്വാർട്ടർലി റിസൾട്ട് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ ദിവസം ക്വാർട്ടർലി റിസൾട്ട് വന്ന ചില പ്രധാന സ്റ്റോക്കുകളുടെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനും ഇന്ന് നമ്മൾക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. സീമെൻസിന്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ 2.5% വർദ്ധിച്ച് 3,716 കോടിയിൽ നിന്നും 3,809 കോടിയിലേക്ക് എത്തി. അതേസമയം നെറ്റ് പ്രോഫിറ്റ് 25% ഇടിഞ്ഞ് 896 കോടിയിൽ നിന്നും 674 കോടിയിലേക്ക് എത്തി. കമ്പനിയുടെ EBITDA 29% ഇടിഞ്ഞ് 547 കോടിയിൽ നിന്നും 386 കോടിയിലേക്ക് എത്തുകയും EBITDA മാർജിൻ 14.7%-ൽ നിന്നും 10%-ലേക്ക് എത്തുകയും ചെയ്തു. ടാറ്റ മോട്ടോഴ്സിന്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 51% ഇടിഞ്ഞ് 17,407 കോടിയിൽ നിന്നും 8,470 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. ബ്ലൂംബർഗ് പ്രതീക്ഷിച്ചത് 7,662 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റാണ്. മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാളും ഉയർന്ന പ്രോഫിറ്റ് ഉണ്ടെങ്കിലും നെറ്റ് പ്രോഫിറ്റ് 51% ഇയർ ഓൺ ഇയറിൽ ഇടിഞ്ഞിട്ടുണ്ട്. കൂടാതെ EBITDA ഏറെക്കുറെ ഫ്ലാറ്റാണ്. കമ്പനിയുടെ മാർജിൻ 13.9-ൽ നിന്നും 14-ലേക്ക് ഇംപ്രൂവ് ആയിട്ടുണ്ട്. റവന്യൂവും ഫ്ലാറ്റാണ്. 1,19,033 കോടിയിൽ നിന്നും 1,19,503 കോടിയിലേക്കാണ് റവന്യൂ എത്തിയിരിക്കുന്നത്. ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് 6 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡും പ്രഖ്യാപിച്ചു. ഭാരതി എയർടെലിന്റെ ക്വാർട്ടർലി റിസൾട്ടിലും കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 25% ഇടിയുകയും മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്യുകയും ചെയ്തു. ഇവിടെ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 14,751 കോടിയിൽ നിന്നും 11,022 കോടിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ആവറേജ് റവന്യൂ പെർ യൂസർ 245 രൂപ പെർ യൂസർ എന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ റവന്യൂ 6% വർദ്ധിച്ച് 47,876 കോടിയിൽ നിന്നും 45,129 കോടിയിലേക്ക് എത്തുകയും EBITDA 10% ഉയരുകയും ചെയ്തു. EBITDA മാർജിൻ 56.4%-ൽ നിന്നും 54.5%-നടുത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡാൽമിയ ഭാരത് ഷുഗറിന്റെ ക്വാർട്ടർലി റിസൾട്ടിൽ പ്രോഫിറ്റ് 126% വർദ്ധിച്ച് 91 കോടിയിൽ നിന്നും 206 കോടിയിലേക്ക് എത്തി. റവന്യൂ 35% വർദ്ധിച്ച് 780 കോടിയിൽ നിന്നും 1017 കോടിയിലേക്ക് എത്തി. EBITDA 63% വർദ്ധിച്ച് 119 കോടിയിൽ നിന്നും 194 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. സിർമ SGS ടെക്നോളജി എന്ന ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സെഗ്മെന്റിലെ കമ്പനിയുടെ റവന്യൂ 18% ഇടിഞ്ഞു. പക്ഷേ പ്രോഫിറ്റ് 87% ഉയർന്ന് 34 കോടിയിൽ നിന്നും 65 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. മാർജിൻ 6.6%-ൽ നിന്നും 11.6%-ലേക്ക് ഇംപ്രൂവ് ആവുകയും EBITDA 43.8% ഉയരുകയും ചെയ്തു.
PSU ഡിഫൻസ് സെക്ടറിലെ ഗാർഡൻ റിച്ച് ഷിപ്പ് ബിൽഡേഴ്സിന്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 118% വർദ്ധിച്ച് 111 കോടിയിൽ നിന്നും 244 കോടിയിലേക്ക് എത്തി. റവന്യൂ 61% വർദ്ധിച്ച് 1015 കോടിയിൽ നിന്നും 1642 കോടിയിലേക്ക് എത്തി. എബിറ്റ 144% വർദ്ധിച്ച് 90 കോടിയിൽ നിന്നും 220 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. VIP ഇൻഡസ്ട്രീസിന്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് ലോസ് 23 കോടിയിൽ നിന്നും 27 കോടിയായി ഉയർന്നു. റവന്യൂ 4% ഇടിഞ്ഞ് 516 കോടിയിൽ നിന്ന് 494 കോടിയിലേക്ക് എത്തി. എബിറ്റ 17% ഇടിഞ്ഞ് 7.8 കോടിയിൽ നിന്നും 6.5 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. ITD സിമെന്റേഷന്റെ ക്വാർട്ടർലി റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് 27% വർദ്ധിച്ച് 89 കോടിയിൽ നിന്ന് 113 കോടിയിലേക്ക് എത്തി. റവന്യൂ 10% വർദ്ധിച്ച് 2258 കോടിയിൽ നിന്നും 2480 കോടിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. മെട്രോപോളിസിന്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പ്രോഫിറ്റ് 20% ഇടിഞ്ഞപ്പോൾ റവന്യൂ 4% ഉയർന്നു. 36 കോടിയിൽ നിന്നും 29 കോടിയിലേക്ക് പ്രോഫിറ്റ് ഇടിഞ്ഞു. റവന്യൂ 331 കോടിയിൽ നിന്നും 345 കോടിയിലേക്ക് എത്തിയപ്പോൾ എബിറ്റ 22% ഇടിഞ്ഞു. ASK ഓട്ടോമോട്ടീവ് എന്ന കമ്പനിയുടെ റവന്യൂ 8.6% വർദ്ധിച്ച് 782 കോടിയിൽ നിന്നും 880 കോടിയിലേക്ക് എത്തി. പ്രോഫിറ്റ് 20% വർദ്ധിച്ച് 47 കോടിയിൽ നിന്നും 57 കോടിയിലേക്ക് എത്തുകയും എബിറ്റ 26% വർദ്ധിച്ച് 82 കോടിയിൽ നിന്നും 104 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. ഇനി ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് കടക്കാം. ഒന്നാമത്തേത് അവന്യൂ സൂപ്പർ മാർട്ട്. അവന്യൂ സൂപ്പർ മാർട്ട് പഞ്ചാബിൽ ഒരു സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ സ്റ്റോറുകളുടെ എണ്ണം 420 എത്തി. എത്തോസ് എന്ന കമ്പനി സിൽവർ സിറ്റി ബ്രാൻഡ്സിന്റെ 1.7 ലക്ഷം ഇക്വിറ്റി ഷെയർ അക്വയർ ചെയ്ത് ഈ കമ്പനിയിലുള്ള സ്റ്റേക്ക് ഹോൾഡിംഗ് 34% നിന്നും 33.88% നിന്നും 34.3% ഉയർത്തിയിട്ടുണ്ട്. IDBI ബാങ്ക് പോണ്ടിച്ചേരി ഇൻഡസ്ട്രിയൽ പ്രൊമോഷൻ ഡെവലപ്മെന്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷന്റെ 21% സ്റ്റേക്ക് ഡിസോൾവ് ചെയ്തിട്ടുണ്ട്. കൂടാതെ സൗരി ആഗ്രോ കെമിക്കൽസ് എന്ന സ്റ്റോക്കും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിന്റെ ശ്രദ്ധയാകർഷിക്കാൻ സാധ്യതയുണ്ട്. റോ മെറ്റീരിയൽസിന്റെ ഷോർട്ടേജിന്റെ പശ്ചാത്തലത്തിൽ കമ്പനി മഹാരാഷ്ട്രയിലെ പ്ലാന്റ് അടച്ചിരിക്കുകയാണ്. മഹീന്ദ്ര ലൈഫ് സ്പൈസ് ഡെവലപ്പേഴ്സ് എന്ന കമ്പനി റൈറ്റ് ഇഷ്യൂ വഴി 1500 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ സർമ SGS ടെക്നോളജി എന്ന കമ്പനി QIP വഴി 1000 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചു. ITD സിമെന്റേഷൻ എന്ന കമ്പനിക്ക് ജയ്പൂർ ഇന്റർനാഷണൽ എയർപോർട്ട് രാജസ്ഥാന്റെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് 593 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്